സമ്മേളനാധ്യക്ഷൻ സ്വാമി ഹരിഹരാനന്ദ സ്വാമിജിയെയും ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയെയും പ്രണാമങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന. വി അർണവ്. ഓം വാർത്തായ പ്രതിബോധിത ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗതിതാം പുരാണേന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധരാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഉല്ലാരവിന്ദായക പത്രനേത്ര യേന ത്വയാ ഭാരതൈരപൂർണഃ പ്രസ്വാദിതോ ജ്ഞാനമയ പ്രദീപഃ പ്രപന്ന പാരിജാതായ സ്തോത്രനേത്രൈകപാണയെ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. താങ്ക് യു അണ്ണ. സ്വാഗതം. സെക്രട്ടറി ബോധാനന്ദ ആശ്രമം റാണിബിന്ന്. ഓം യസ്മിൻ സർവം വേദ സർവം യത്സർവം സർവദൃക്തഃ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാമ്യഹം. ഓം ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമസ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാ ബ്രഹ്മണസ്പത ആനശ്വന്മന്യോദിതേസീദസാദനം മഹാഗണപതയേ നമഃ. ഹരി ഓം. സ്വാഗതം തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുവൈറ്റിൽ നടന്ന ദുരിതത്തില് ജീവൻ പൊലിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്കായി നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. പരമപൂജ്യ ഗുരുദേവ് ശ്രീ ബോധാനന്ദ സരസ്വതി സ്വാമിജിയുടെ പാതാരബിന്ദുകളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികൾക്ക് സാദര പ്രണാമങ്ങൾ. സദസ്സിലിരിക്കുന്ന എല്ലാ സഹൃദയർക്കും വിനീത നമസ്കാരം. 2024 ജൂൺ 16 മുതൽ 20 വരെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത 15ാമത്തെ അധ്യായം ജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്യാനായി ഏറ്റവും ഉത്തമനായൊരു മഹത് വ്യക്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ അഭിമാനവും അഹങ്കാരവുമായ തിരുവിതാംകൂർ രാജവംശത്തിലെ പിൻതലമുറക്കാരൻ ആദരണീയനായ ആദിത്യവർമ്മ തമ്പുരാൻ പത്മനാഭ ഭക്തനും ലാളിത്യത്തിനും വിനയത്തിനും ഉത്തമ ഉദാഹരണമായ വ്യക്തിത്വത്തിന് ഉടമയാണ്. സ്നേഹം കൈമുതലാക്കിയ ഇളയ തമ്പുരാൻ. സനാതന ധർമ്മങ്ങൾ കുഞ്ഞിലെ തന്നെ അമ്മയായ
അശ്വതി തിരുനാൾ തമ്പുരാട്ടിയിൽ നിന്നും ശീലിച്ച് അപ്രകാരം തന്നെ ജീവിതം നയിച്ചു വരുന്നു. തമ്പുരാൻ ഒരു വലിയ സ്പോർട്സ് പ്രേമിയാണ്. കാർ ഡ്രൈവിംഗ് വളരെ ഹരമാണ്. സകുടുംബം യാത്ര പോകുന്നത് ഏറെ ഇഷ്ടം. ദിനചര്യ, ആഹാര രീതിയിലെല്ലാം കുടുംബപരമായി വളരെ സാത്വികമാണ്. ഭഗവത്ഗീത നിർദ്ദേശിക്കുന്ന ജീവിതം നയിക്കുന്ന പുണ്യാത്മാവായ ആദിത്യവർമ്മ തമ്പുരാനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് പൂജ്യ ഹരിഹരാനന്ദ സ്വാമിജിയാണ്. സ്വാമിജി ബോധാനന്ദ ആശ്രമത്തിന്റെ ആചാര്യനാണ്. മഹാഭാരതം, ദേവി ഭാഗവതം, ശ്രീമദ് ഭാഗവതം ഇവയിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട്. കൊറോണ സമയത്ത് 41 ദിവസം മഹാഭാരതം, ദേവി ഭാഗവതം എന്നിവയുടെ പ്രഭാഷണ പരമ്പര ഓൺലൈനായി നടത്തി വന്നിരുന്നത് ആയിരക്കണക്കിന് ശ്രോതാക്കൾ ആസ്വദിക്കുകയും അവർക്കത് വളരെയധികം പ്രയോജനകരവുമായിരുന്നു. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 6 വരെ ആശ്രമത്തിൽ നടക്കുന്ന ദ്വാദശാഖ ഭാഗവത സത്രത്തിൽ ആചാര്യനാണ് പൂജ്യ ഹരിഹരാനന്ദ സ്വാമി. സ്വാമിജിയെ പ്രണാമപൂർവം സ്വാഗതം ചെയ്തു. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയുടെ അനുഗ്രഹ ആശിസ്സുകളോടെ സദ്ഗുരു ബോധാനന്ദ സ്വാമിജിയുടെ ശിക്ഷണത്തിൽ വേദാന്ത പഠനം നിർവഹിച്ച് ഇപ്പോൾ സംബോധ ഫൗണ്ടേഷൻ കേരളത്തിന്റെ മുഖ്യ ആചാര്യനായി പ്രവർത്തിക്കുന്ന പൂജ്യ അധ്യാത്മാനന്ദ സ്വാമിജിയാണ് യജ്ഞ ആചാര്യൻ. പ്രായഭേദമന്യേ ഏവരോടും സംവദിക്കാനുള്ള സ്വാമിജിയുടെ കഴിവ് സ്തുത്യർഹമാണ്. കേരളത്തിന് പുറത്ത് ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി, ദുബായ്, അബുദാബി, ഷാർജ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലും സ്വാമിജി യജ്ഞങ്ങൾ നടത്താറുണ്ട്. ട്രാൻസാക്ഷണൽ അനാലിസിസിൽ പ്രായോഗിക പരിശീലനമുണ്ട്. ACV, ജനം TV, ഏഷ്യാനെറ്റ് തുടങ്ങിയ മാധ്യമങ്ങൾ സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്തു വരുന്നു. എഴുത്തിന്റെ ലോകത്തും സ്വാമിജി സജീവമാണ്. വിദ്യാസുരതിലയം, ത്രിസന്ധ്യ, വിചാരദീപി എന്നിവ സ്വാമിജിയുടെ പുസ്തകങ്ങളിൽ ചിലതാണ്. ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഹരിതാദ്ര സാന്ത്വന യാത്രകൾ എന്ന പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പരിസ്ഥിതി സംരക്ഷണ യാത്ര നടത്തിയിട്ടുണ്ട്. സാനുഗമ നീതി, സാമൂഹിക സമരസതയ്ക്കായി പൂമുഖം, ശ്രീ നാരദ കുടുംബ ഭദ്രതയ്ക്ക്, ശ്രീ ശക്തി ചിന്തനം, യുവജനങ്ങൾക്ക് സൗരവതം, കുട്ടികൾക്ക് ഇന്ത്യനരുവി, രക്ഷിതാക്കൾക്ക് പ്രേമാദര ശിക്ഷണം ഇവയും സ്വാമിജിയുടെ സവിശേഷ പരിപാടികളാണ്. യജ്ഞാചാര്യനായി സ്വാമി അധ്യാത്മാനന്ദ സംസ്ഥയെ പ്രണാമപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ ഗീതാജ്ഞാന യജ്ഞ ശ്രവണത്തിനായി വന്നു ചേർന്നിരിക്കുന്ന ഓരോ സജ്ജനങ്ങൾക്കും ആശ്രമത്തിന്റെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ആശ്രമത്തിലെ പ്രധാന പരിപാടികളെ കൂടി അറിയിച്ചുകൊള്ളുക. അടുത്തതായി വരുന്നത് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. അന്ന് യോഗ, മുദ്ര, ധ്യാന പരിശീലനം എന്നിവ ഉണ്ടായിരിക്കും. എല്ലാ മാസവും പൗർണമി 4 ധന്വന്തരി ഹോമം നമ്മുടെ മാ ചിന്മയി ശക്തി പീഠത്തിൽ വച്ചായിരിക്കും. കർക്കിടക മാസത്തിൽ ആശ്രമ സാധകർ പല ഗ്രൂപ്പുകളായി വീടുകൾ തോറും രാമായണ പാരായണം നടത്തി വരുന്നു. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 6 വരെ ആശ്രമത്തിൽ വെച്ച് 14ാമത് ദ്വാദശ ശ്രീമദ് ഭാഗവത സത്രം 100ഓളം പ്രഭാഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നു.
സെപ്റ്റംബർ 21 മുതൽ 25 വരെ ആശ്രമത്തിൽ വെച്ച് സ്വാമി അധ്യാത്മാനന്ദജി നയിക്കുന്ന ആധ്യാത്മിക ശിബിരം ഉണ്ടായിരിക്കുന്നതാണ്. ഒക്ടോബർ 3 മുതൽ 13 വരെ ശിവരാത്രി പൂജവയ്പ ആഘോഷം. ഒക്ടോബറിൽ ആചാര്യ പുരുഷോത്തമൻ സർ ആചാര്യനായിക്കൊണ്ട് വേദ ശിബിരം ആശ്രമത്തിൽ നടത്തും. നവംബർ അവസാനം സ്വാമി അധ്യാത്മാനന്ദജിയുടെ വേദാന്ത ശിബിരം ആശ്രമത്തിൽ വെച്ച് നടക്കുന്നതാണ്. ഒക്ടോബർ 10 ആശ്രമ അധിഷ്ഠാന ദേവതയായ സിദ്ധി വിനായക സ്വാമിയുടെ പ്രതിഷ്ഠാ വാർഷികം. ഡിസംബർ 15 മുതൽ 21 വരെ സ്വാമി അധ്യാത്മ സ്വാമിജിയുടെ ഭഗവത്ഗീത യജ്ഞം 9ാം അധ്യായം സിറ്റിയിൽ ഏതെങ്കിലും ഹാളിൽ വെച്ചായിരിക്കും. 2025 ജാനുവരി മുതൽ ഫെബ്രുവരി മാസങ്ങളിൽ പരമാചാര്യൻ ബോധാനന്ദ സരസ്വതി നയിക്കുന്ന ഋഷിവിഷൻ പരിപാടികൾ, അതിൽ ക്യാമ്പുകൾ, പ്രഭാഷണ പരമ്പര, സത്സംഗങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. 2025 മാർച്ച് 27 ബോധാനന്ദ ഗുരുദേവ ജയന്തി ലോക സേവാ ദിനമായി ആഘോഷിച്ചു വരുന്നു. അന്നദാനം, വിദ്യാഭ്യാസ ധനസഹായം, വൈദ്യസഹായം, ധനസഹായം, കിറ്റ് വിതരണം എന്നിവ നടത്തിവരുന്നു. കൂടാതെ എല്ലാ ആഴ്ചയിലും മുതിർന്നവർക്കും കുട്ടികൾക്കും ആധ്യാത്മിക ക്ലാസുകൾ നടക്കുന്നുണ്ട്. എല്ലാ പരിപാടികൾക്കും ഏവരെയും സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പരിപാടികൾ അറിയിക്കുന്നതിനായി എല്ലാവരും കൗണ്ടറിൽ വെച്ചിരിക്കുന്ന രജിസ്റ്ററിൽ പേരും നമ്പരും കൊടുക്കേണ്ടതാണ്. ഇനിയുള്ള 5 ദിവസങ്ങൾ പൂജ്യ സ്വാമിജിയുടെ വാക്കുകൾ ശ്രദ്ധിച്ച് അസംഗ സസ്വേന ഹൃദയം ചിക്കുക. നമ്മളിലെ കുറച്ച് വേരൂന്നിയതായ അഹന്ത, മമത, വാസന എന്നിവയുള്ള സംസാര വൃക്ഷത്തെ അസംഗ വൈരാഗ്യം കൊണ്ട് വേരോടെ ഇല്ലാതാക്കാനായി എല്ലാ സുഹൃത്തുക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. താങ്ക് യു. പദ്ധതിക പ്രവചനവും ഉദ്ഘാടനവുമാണ് അടുത്തതായി നടക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബാംഗം HS ഔട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനെ ദീപം പ്രജ്വലിപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അവരെന്റെ വാക്കുകൾ ശ്രമിക്കാം.
വിചാരിക്കുന്നത്. കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമേ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ വല്യസ്വാമിയെ ഒരു 8-9 വർഷം മുമ്പേ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കുകൊള്ളാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്ന് എനിക്ക് വന്ന് നാഷണൽ തിയേറ്ററിൽ അദ്ദേഹത്തിന്റെ ഗീതാ ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് വലിയ തമ്പുരാൻ വരുന്ന പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിന് സുഖമില്ലാതായി. ഒരു പകരക്കാരന്റെ വേഷത്തിൽ ഈശ്വരൻ എന്നെ നയിച്ചു. അങ്ങനെ അദ്ദേഹത്തിനെ കാണാനും അടുത്ത ഒരു 10 മിനിറ്റ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. മൊബൈൽ ഫോണിന്റെ ഡിസ്റ്റർബൻസ് ആണ് ഇപ്പോഴാൾക്കാർക്ക് ഏറ്റവും അഡിക്ഷനുള്ള കാര്യമാണ് മൊബൈൽ ഫോൺ. ഗീത, ഭഗവത്ഗീത ശരിക്കും നമ്മുടെ ശങ്കരാചാര്യസ്വാമിയുടെ അനുബോധനത്തിലൊരു ശ്ലോകമുണ്ട്. ഭഗവത്ഗീത കിഞ്ചിത തീര ഗംഗാജലം കണികാപീത സുഹൃത്തുപേസ്യ മുരാരി സമർച്ച സസ്യേമൊക്കെ കരുതേ ചർച്ച. നമ്മൾ ഭഗവത്ഗീത ഒരിക്കലെങ്കിലും നമ്മൾ വായിച്ചിരിക്കുക മുഴുവൻ. ഗംഗാജലം, ഗംഗയിലെ ഒരു കണികയെങ്കിലും നമ്മൾ കുളിക്കുകയോ ചെയ്തിരിക്കുക. മുരാരി ഭഗവാൻ കൃഷ്ണനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പൂജിച്ചിരിക്കുക. അങ്ങനെ ചെയ്യുന്ന ആളുകളെ പറ്റി യമധർമ്മൻ ചിന്തിക്കുക പോലും ഇല്ലാന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഭഗവത്ഗീത ഒരിക്കൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് വായിക്കാനുള്ള പ്രയാസം എനിക്ക് വളരെ ശ്ലോകങ്ങളൊക്കെ നല്ല ശ്ലോകങ്ങളുടെ അർത്ഥങ്ങളുമാണ്. പക്ഷെ കാണാതെ പഠിക്കാൻ അധികം എനിക്ക് പറ്റിയിട്ടില്ല. എന്റെ മനസ്സിന് കുറച്ചുകൂടെ പഴകിയത് ആചാര്യസ്വാമിയുടെ പഞ്ചഗോവിന്ദം, ഗോവിന്ദാഷ്ടകം, പിന്നെ വിഷ്ണു സഹസ്രനാമം, അങ്ങനത്തെ സംഭവങ്ങളാണ്. എന്തായാലും ഞാൻ വിട്ടിട്ടില്ല. 3-4 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ കുറച്ചുകൂടെ പഠിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കണമെന്ന് ഉള്ള ആശയമാണ്. അതുകൊണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ദിവസം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഭഗവത്ഗീത എടുത്ത് നോക്കാതെ ഒരു പേജ് തുറന്ന് ആ ശ്ലോകം വായിക്കുക. അപ്പൊ അവിടെയാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നതെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ സംസ്കൃതം മസ്റ്റായിരുന്നു. അന്ന് ഞാൻ വിദ്യാലയ സ്കൂളിലാണ് പഠിച്ചത്. അന്ന് ഗീതാ ക്ലാസ് മസ്റ്റായിരുന്നു, ആഴ്ചയിൽ ഒരു ദിവസം. അപ്പൊ അന്നപ്പോ ഞാൻ സംസ്കൃതത്തിൽ വളരെ കുറവുണ്ടായിരുന്നു അക്കാഡമിക്കലി പഠിക്കാൻ. പക്ഷെ ഇപ്പോഴത്തെ ശ്ലോകങ്ങളെല്ലാം സംസ്കൃതമാണ്. ഇദ്ദേഹം എന്റെ ശങ്കരാചാര്യസ്വാമി, ശൃംഗേരി ശങ്കരാചാര്യസ്വാമി എന്റെ ഉപദേശത്തിന് ഉപദേശം കഴിഞ്ഞപ്പോൾ യാതൊരു ശ്ലോകമാണ് ഉപദേശിച്ച് പഠിക്കാൻ നല്ല ബുദ്ധി വരാൻ വേണ്ടി. നിശേഷ ജാതികളൊക്കെ, പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ കുറച്ചു കാലം മുമ്പേ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാൻ പഠിക്കാൻ കുറച്ച് പ്രൊമോട്ടായിപ്പോയി. പഠിത്തം കഴിഞ്ഞിട്ടാണ് ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ മുഴുവൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി ജയിച്ചിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നല്ല മാർക്കിലൊക്കെ പാസ്സായല്ല. ഇവിടെ ശ്ലോകമായിരിക്കുന്നു. ഞാൻ വിഷ്ണു സഹസ്രനാമം ദിവസവും ചൊല്ലാറുണ്ട്. ഇപ്പോഴത്തെ കോവിഡ് കാലത്ത് മാരക രോഗങ്ങൾ വരെ വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ അകറ്റെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ വിഷ്ണു സഹസ്രനാമം യജ്ഞത്തിൽ പോയപ്പോ ഇതുവരെ യജ്ഞം ഞാനോ ഇതുവരെ സഹസ്രനാമം ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സഹസ്രനാമത്തിലെ 60ാമത്തെ ശ്ലോകം എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു. പെട്ടെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, ആദിത്യയോട് ഒരു ആദിത്യാന്നൊരു വാക്ക് വരുന്നുണ്ട്. എന്റെ പേര് പറഞ്ഞത് ഞാനത് ഓർത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ സമാധി പറഞ്ഞെങ്കിൽ, പക്ഷെ ഇങ്ങനെ ഓരോ വാക്കുകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പതിഞ്ഞിരിക്കും. ഇതുപോലെ തന്നെയാണ് ഓരോ ശ്ലോകങ്ങളും നമ്മുടെ ദിവസമുള്ള ജീവിതത്തിൽ. എന്താണ് പ്രത്യേകിച്ച് ഗീതയോ ഓരോ ശ്ലോകവും നമ്മുടെ ജീവിതത്തിൽ കാണണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഗീതയുടെ 14 ലോകങ്ങൾ ഈശ്വരനെ കാണിച്ചിട്ട് വാദമുണ്ട്. പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ ടിവിയുടെ കോൺസെപ്റ്റ് അതിൽ നിന്നാണ് വരുന്നത്. ശ്രീകൃഷ്ണൻ മാധവം ഗീതയുടെ 14 കാണിച്ചപ്പോൾ അത് കേട്ടാൽ ടി വി ഉണ്ട്. പിന്നെ നമ്മുടെ പുഷ്പവിമാനം അത് കേട്ടാൽ നമ്മുടെ വിമാനം വന്നു. അപ്പൊ അതുപോലെ നമ്മുടെ പുരാണങ്ങളിലുള്ളതാണ് ഇപ്പൊ ആധുനിക സയൻസ് ആയിട്ട് വെളിവരുന്നത്. പക്ഷെ നമ്മളിപ്പോ ഇന്ത്യയിലുള്ള ആൾക്കാർ അത് പുറത്തു പോയി പഠിക്കുന്നു, പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ നിന്ന് പഠിക്കുന്നു. ഇപ്പോഴത്തെ തലമുറ എല്ലാവരും പോയി ഇന്ത്യ വിട്ടു പോവാണ്. അമ്പലത്തിൽ ഇതിലേക്ക് ആളുകൾ നാഗസ്വരം വായിക്കാനും തൈലി വായിക്കാനും ആളില്ല.
തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ ഇതെല്ലാം റെക്കോർഡാണ്. നാഗസ്വരവും തകിലും ചെണ്ടയും റെക്കോർഡാണ്. അമ്പലത്തിൽ പോകുമ്പോൾ ദീപാരാധന സമയത്ത് ഭക്ഷണമാക്കുന്ന ഒരു മെഷീനുണ്ട്, അത് കൊട്ടും. ബാക്കി പൂജയുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോൾ അർച്ചന ടിക്കറ്റ് എടുക്കുന്നതിന് വരും കമ്പ്യൂട്ടറിന്റെ മെഷീൻ വരും. സെലക്ട് യുവർ സ്റ്റാർ, സെലക്ട് യുവർ പൂജ. അത് ബട്ടൺ ഞെക്കുക, അത് അർച്ചന ചെയ്ത് പ്രസാദം വായിക്കുക. നേരത്തെ കാലത്തിലോട്ട് നമ്മുടെ ആൾക്കാർ കുറയുമ്പോൾ വളരെ വളരെ വിഷമമാണ്. ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ തന്നെ വളരെ പ്രയാസമാണ് ഇപ്പൊ ആൾക്കാരെ കിട്ടാനും. കാലമൊക്കെ തന്നെ മാറ്റി വരണം. നമ്മുടെ ആൾക്കാരെ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ പൂജ പോലെ എല്ലാവരും ഇവിടെ തന്നെ വന്ന് നമ്മളെ എന്താണ് നമ്മുടെ ചോറെടുക്കണം, ഒരിക്കലും വിട്ടുപോകരുത്. അതുപോലെ പ്രത്യേകിച്ച് മലയാളികളുടെ വിദേശത്ത് പോവുകയാണെങ്കിൽ അവര് മറക്കുന്ന ഒറ്റ കാര്യം അവരുടെ മാതൃഭാഷയാണ്. അച്ഛനും ഒരു തലമുറ പോയി കഴിഞ്ഞാൽ അടുത്ത തലമുറ അവർ മലയാളം അറിയില്ല, എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. കഷ്ടിച്ച് കേട്ടാൽ മനസ്സിലാവുമെന്ന് പറയും. പക്ഷെ ബാക്കി ഏത് സ്ഥലത്തുള്ള ആൾക്കാരെ പോയാലും ഇപ്പൊ തമിഴ്നാടായാലും കർണാടകയായാലും അവര് വീട്ടിൽ പോയാൽ അവരുടെ മാതൃഭാഷയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ആൾക്കാരാണ് മലയാളികൾക്കാണ് കുറ്റിക്കരയുള്ളത്. പക്ഷെ എല്ലാവരും മിടുക്കനാണ്. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞുള്ള അവരുടെ മനസ്സിന്റെ സ്ഥിതി അങ്ങനെയായിരിക്കും. പിന്നെ ബലരാമൻ നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ഐതിഹ്യമുണ്ട്. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് പത്മതത്വത്തിൽ വന്ന് അദ്ദേഹം സ്നാനം ചെയ്തു. 501 പശുക്കളെ ഉത്തരാഖണ്ഡ് പറഞ്ഞ കഥയാണ്. 501 പശുക്കളെ ഓരോ കൊമ്പിലും സ്വർണം കെട്ടി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്നാനം ചെയ്ത് അദ്ദേഹം പിന്നെ കന്യാകുമാരി പോയിരുന്ന ഒരു കഥയുണ്ട്. അതിന്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും പഴക്കമുള്ളത് നമ്മുടെ തിരുവമ്പാടിയാണ്. തിരുവമ്പാടി കൃഷ്ണന്റെ അവിടെ പോയ ആൾക്കാർ നമുക്കിപ്പോ പോയി അത് അതിന്റെ സൈഡിൽ ഒരു ഓവുണ്ട്. അഭിഷേകത്തിന്റെ ഓവിന്റെ സൈഡില് കരിങ്കല്ലൊരു കെട്ടുണ്ട്. അതില് ചെറിയ കുഴിയുണ്ട്. അത് പണ്ട് കാടായിരുന്നപ്പോ കാരണവന്മാരെ മാറി തേച്ച് പോളിഷായിരുന്നാണ് കേട്ടിട്ടുണ്ട്. അതിന്റെ കഥയാണ്. ശ്രീപത്മനാഭ ക്ഷേത്രം മിക്കവാറും 5000 വർഷത്തിൽ പഴക്കമുണ്ട്. ഇപ്പോഴും പിന്നെ ആൾക്കാർ കൂടുതലും അതിന്റെ അകത്തിരിക്കുന്ന നിധി എവിടെയെന്നാണ് കൂടുതലും വിദേശികൾ ചോദിക്കുന്നത്. ഒരിക്കൽ ഞാനവിടെ ക്ഷേത്രത്തിൽ നിൽക്കുകയായിരുന്നു. ഞാൻ സാധാരണ പോകുന്ന സമയത്തല്ല, പ്രാവശ്യത്തിൽ നിന്നപ്പോ ഒരു ഹിന്ദിക്കാരൻ എന്റെ അടുത്ത് ചോദിച്ചു സോന കഹാനാണ്. ഞാൻ നമുക്ക് സോന അന്തർഗ മുझे देखना चाहिए. ഞാൻ നമുക്ക് നേരെ കാണിച്ചു ശ്രീകോവിൽ, അതിന്റെ അകത്താണ് യഥാർത്ഥ സംബന്ധം. കല്ലറ കേട്ടുള്ളതാണ്. ഒരിക്കലെ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ കാലമൊക്കെ ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഞാനിത് കൂടുതൽ സംസാരിച്ച് ബാക്കി സ്വാമിജിയുടെ വാക്കുകൾക്ക് നമുക്ക് കേൾക്കാം. എല്ലാവരും ഗീത പഠിക്കുക. ഞാനും ഇനി അടുത്ത പ്രാവശ്യം എന്തെങ്കിലും കറങ്ങി വരുമ്പോൾ ഞാനും കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കും ഭഗവത്ഗീതയെ പറ്റി. എന്തായാലും ഭഗവത്ഗീത ആണ് ലോകത്തിൽ വെച്ച് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ വരെ വായിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും ബെസ്റ്റ് ഫിലോസോഫിക്കൽ ഗ്രന്ഥം എന്നാണ് പറയുന്നത്. ഇപ്പൊ ആൾക്കാരെ ഇപ്പൊ എല്ലാം നമുക്ക് വിമർശനമാണല്ലോ. ശ്രീകൃഷ്ണനുണ്ടോ, ശ്രീരാമനുണ്ടോ, ശ്രീരാമൻ എഞ്ചിനീയർ ആണോ, ഏത് കോളേജിൽ പഠിക്കുന്നതൊക്കെ ചോദിക്കുന്ന കാലമാണ്. ഈ ചോദിക്കുന്നവർക്ക് ഇതുപോലൊരു ഗ്രന്ഥം ആർക്കും എഴുതാൻ പറ്റും? ആർക്കും പറ്റില്ല. എന്റെ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പുണ്യം ഈ ഗ്രന്ഥം വായിച്ച് നമ്മൾ എല്ലാവരും അദ്ദേഹം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ വളരെ നന്ദി തമ്പുരാൻ. അധ്യക്ഷ ഭാഷണത്തിനായി ബോധാനന്ദ ആശ്രമ ആചാര്യൻ പൂജ്യ ഹരിഹരാനന്ദ സ്വാമിജിയെ ക്ഷണിച്ചു. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം. സംപൂജ്യ സ്വാമിജി അധ്യാത്മാനന്ദ സരസ്വതി സ്വാമികൾ, ബഹുമാനപ്പെട്ട അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ രാജാവിനും പിന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ആത്മാക്കൾക്കും എന്റെ പ്രണാമം. ഇന്നു മുതൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ജ്ഞാനയജ്ഞം നടക്കാൻ പോവുകയാണ്. ജ്ഞാനയജ്ഞത്തിന്റെ വിഷയമാവട്ടെ ഭഗവത്ഗീത 15-ാം അധ്യായം പുരുഷോത്തമ യോഗം. ആചാര്യൻ
സംഭവിച്ചത്. സ്വാമിജി അധ്യാത്മാനന്ദ സരസ്വതി സ്വാമികൾ കേരളത്തിൽ മാത്രമല്ല സംഭവ ഫൗണ്ടേഷൻ മുഖ്യ ആചാര്യനാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. എല്ലാവർക്കും അറിയാം സ്വാമിജി കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലും വിദേശത്തും വേദാന്ത പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാവാണ്. ഇന്ന് കേരളത്തിലെ വാഗ്മികളെ അധ്യാത്മിക വിലയത്തില് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആളാണ്. നമുക്കത് ഇന്നലെ ഗുരുവിന്റെ മുഖത്ത് നിന്ന് ഈ ശാസ്ത്രം പഠിക്കാൻ കഴിയുന്ന വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം പുരുഷോത്തമയോഗം പറയുന്നത് വാസ്തവത്തില് ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായം. ഇത് ബുദ്ധധർമ്മശാസ്ത്രം ഇത് മുക്തം മയാനക ഏതോ ബുദ്ധി മനസ്യ കൃതകൃത്യശ്ച ഭാരത എന്നാണ് അവസാനിപ്പിക്കുന്നത്. ഭഗവാൻ പറയുന്നത് ഇത് ബുദ്ധധർമ്മമായിട്ടുള്ള ശാസ്ത്രമാണ്. മുഖ്യതമം എന്ന് പറഞ്ഞാൽ അത്രയും രഹസ്യമായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇത് അതിസൂക്ഷ്മമായിട്ടുള്ള ബുദ്ധി കൊണ്ട് അറിയേണ്ടതായുള്ള വിഷയമാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കൃതകൃത്യമായിട്ടും ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, എല്ലാം കൃതാർത്ഥനായി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കാരണം അത്രയും വിശേഷപ്പെട്ട അധ്യായമാണത്. കാരണം അടുത്ത വിഷയം സാക്ഷാൽ പുരുഷോത്തമനെ കുറിച്ചാണ് പറയുന്നത്. പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ ഈ സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മ തത്വത്തെ അതിൽ പറയുന്നത് അത് ഭാസയതേ സൂര്യം ന ശശാങ്കോമ പാവക യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമപരമം മമ. അത് സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ പ്രകാശിപ്പിക്കുന്നില്ല. എന്തിനധികം പറയുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും അഗ്നിയുടെയും പ്രകാശം അതിന്റെ തേജസ് എന്റേതാണെന്ന് അറിയൂ. കാരണം ഭഗവാന്റെ തേജസ്സാണ് അവരിലൂടെ നമ്മൾ അറിയുന്നത്. അത് ഇത് വാക്കിനോ അല്ലെങ്കിൽ മനസ്സിനോ ബുദ്ധിക്കോ ഒക്കെ അപ്രാപ്യമായിട്ടുള്ള തത്വം വാക്കിനും മനസ്സിനും ബുദ്ധിയെയും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത് ആ ചൈതന്യമാണ്. ആ ചൈതന്യത്തെയാണ് അറിയേണ്ടത്. അത് അറിയുന്നതോട് കൂടിയിട്ട് പരമധാമത്തിലെത്തി പിന്നെ വീണ്ടും തിരിച്ചു വരവില്ല. പിന്നെ തിരിച്ചു വരുന്നില്ല. ഇവർത്തന്റെ അപ്രാപ്ത അതെന്റെ പരമമായിട്ടുള്ള ധാമമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചു വരില്ല. കാരണം അതാണ് പരമമായ ലക്ഷ്യം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതിലൂടെ അജ്ഞാനം മുഴുവൻ നീങ്ങിപ്പോയി. തന്റെ ശരിക്കുള്ള സ്വരൂപം വെളിപ്പെട്ടു കഴിഞ്ഞു. ആ ഒരു അത്രയും മഹത്വമേറിയ ആ ഒരു അധ്യായം അത് ആചാര്യ മുഖത്ത് നേരിട്ട് ശ്രമിക്കാൻ കഴിയുന്നത് ആ ഭാഗ്യമാണ്. എന്നിട്ട് അത് മനനം ചെയ്ത് അതിൽ സൂക്ഷ്മമായിട്ടും അതിൽ തന്നെ മനസ്സിനെ ബുദ്ധിയെ അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആത്മബോധം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഭഗവാൻ നമ്മളെ എല്ലാവരെയും നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഗുരുപാദത്തിൽ സമർപ്പിക്കുന്നു. പ്രണാമങ്ങൾ സ്വാമിജി. പൂജ്യ അധ്യാത്മാനന്ദ സ്വാമിജിയിൽ നിന്നും ഒരു ഉപഹാരം സ്വീകരിക്കുന്നതിനായി തമ്പുരാനെ ആദിത്യവർമ്മ തമ്പുരാനെ ക്ഷണിച്ചു. കൃതജ്ഞത പറയുന്നതിനായി ശ്രീ രഞ്ജിത്തിനെ ക്ഷണിക്കുന്നു. ഗീതാധ്യാനയജ്ഞത്തിന്റെ ഉദ്ഘാടനം അതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇനി നന്ദി പ്രകാശിപ്പിക്കലാണ് അടുത്ത ചടങ്ങ്. ആദ്യമായി ഗീതാജ്ഞാനയജ്ഞത്തിന്റെ ആചാര്യനായി ഇവിടെ എത്തിച്ചേർന്ന് നമ്മെ അനുഗ്രഹിച്ച അധ്യാത്മാനന്ദ സരസ്വതി സ്വാമികൾക്ക് നന്ദി അറിയിക്കട്ടെ. വളരെ തിരക്കിനിടയിലും ഈ ഒരു ആവശ്യം അറിയിച്ചപ്പോൾ സന്തോഷത്തോടെ വരാമെന്ന് സമ്മതിക്കുകയായിരുന്നു. സ്വാമി അധ്യാത്മാനന്ദ സ്വാമികൾക്ക് ഒരിക്കൽ കൂടി ബോധാനന്ദ സേവാ സൊസൈറ്റിയുടെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ബ്രഹ്മ വിദ്യാർത്ഥികളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ യജ്ഞം ഉദ്ഘാടനം ചെയ്യാനായി നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്
ബഹുമാന്യനായ ആദിത്യവർമ്മ തമ്പുരാനെയാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ വരാമെന്ന് സമ്മതിക്കുകയും ഈ ഉദ്ഘാടനം വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ബോധാനന്ദ സേവാ സൊസൈറ്റിയുടെയും ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കാലടി ബോധാനന്ദാശ്രമം ആചാര്യനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്വാമി ഹരിഹരാനന്ദ സരസ്വതി സ്വാമികൾക്ക് ബോധാനന്ദ സേവാ സൊസൈറ്റിയുടെയും പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. ഈ യജ്ഞത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. നന്ദി രഞ്ജിത്ത്. യജ്ഞ സമാരംഭമാണ് അടുത്തതായി. ओम सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहैः। ओम शान्ति शान्ति शान्तिः। ओम वागीशाद्यासु मनसः सर्वार्थानामुपक्रमे यन्नत्वा कृतकृत्या स्युः तन्नमामि गजाननम्। दोर्भिर्युक्ता चतुर्भिस्फटिकमणिमयीम् अक्षमालां दधाना हस्तेनैकेन पद्मं सितमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम्। एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ओम सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। यस्मिन् सर्वं यतः सर्वं यः सर्वं सर्वदृक्तथा सर्वभावपदातीतं बोधानन्दं स्मराम्यहम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तवन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। ഈ ഒരു വിരാജന യജ്ഞം സംഘടിപ്പിച്ച
ബോധാനന്ദ കേന്ദ്രത്തിലെ ബോധാനന്ദ സേവാ സൊസൈറ്റിയിലെ എല്ലാ അംഗങ്ങളെയും ഹൃദയംഗമമായി അഭിനന്ദിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഈ ജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അദ്ദേഹം ഭഗവത്ഗീത പഠിക്കാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം ഞാനും ആ വിഷയത്തിൽ ശ്രദ്ധിക്കാം എന്ന വളരെ ഉത്തരവാദിത്വത്തോടെ ഏറ്റു പറഞ്ഞത് ഈ ജ്ഞാനയജ്ഞത്തിന്റെ സമുചിതമായ ഉദ്ഘാടനമായി എന്ന് സ്വാമി വിചാരിക്കുകയാണ്. ഒരു എലി ഉണ്ടായിരുന്നു സ്വാമി കേൾക്കുകയുണ്ടായി. ആ എലി വളരെ സ്മാർട്ട് എലിയെയും വളരെ കരുതലുള്ള എലിയെയും ഒരു ദിവസം വളരെ ജാഗ്രതയുള്ള ഈ എലി താമസിച്ചിരുന്ന വീട്ടിലെ യജമാനൻ എലിക്കണി കൊണ്ടുവയ്ക്കുന്നത് കണ്ടു അത്രേ. ഈ എലി അതിൽ പോയി വീഴാൻ പോണില്ല, കാരണം അത്രയും ജാഗ്രതയുള്ള എലിയാണ്. താൻ വളരെ ശ്രദ്ധയോടെ ഇനി സഞ്ചരിക്കുള്ളൂ എന്ന തീരുമാനമെടുത്ത എലിക്കണി വെച്ച കാര്യത്തെക്കുറിച്ച് കണ്ട ജീവികളോടൊക്കെ പറഞ്ഞു. ആദ്യം കണ്ടത് ഒരു പാമ്പിനെയാണ്. പാമ്പ് എലിയുടെ ശത്രുവാണെങ്കിലും ശരി, എലി അത് തൽക്കാലത്തേക്ക് മറന്ന് ഒരു സഹായം ചെയ്യാം എന്ന മട്ടിൽ പാമ്പിനോട് പറഞ്ഞു, എലിക്കണി വെച്ചിട്ടുണ്ട്. പാമ്പ് തഞ്ചത്തിൽ ഈ എലിയെ സ്വന്തമാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആഹാരമാക്കുന്ന കാര്യത്തിൽ ആലോചനയിലായിരുന്നു. പക്ഷേ എലി അങ്ങനെ പിടികൊടുക്കുന്ന കൂട്ടത്തിലെല്ലാം പറഞ്ഞല്ലോ, സ്മാർട്ട് എലിയാണ്. പാമ്പ് പറഞ്ഞു, എലിക്കണി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാനെന്ത് വേണം, താനല്ലേ അത് സൂക്ഷിക്കേണ്ടത്. എലി വിചാരിച്ചത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതിനുശേഷം ഈ എലി അതിന്റെ വിഹാരത്തിനിടയിൽ കണ്ടുമുട്ടിയത് ഒരു ആടിനെ. ആടിനോടും എലി പറഞ്ഞു അത്രേ, സൂക്ഷിക്കണം, എലിക്കണി വെച്ചിട്ടുണ്ട്. ആടിന് ചോദിക്ക, ആട് കണിയൊന്നല്ലല്ലോ വെച്ചത്. എലി വിചാരിച്ചു താൻ ചെയ്യാനുള്ള ദൗത്യം ധർമ്മം നിർവഹിച്ചു. അല്ലെങ്കിൽ നമ്മുടെ പ്രാരബ്ധം. പിന്നെ കണ്ടുമുട്ടിയത് ഒരു പോത്തിനെ. പോത്തിനോടും പറഞ്ഞു അതെ, പോത്തിനോട് വേദാന്തം മുതരുതെന്നൊക്കെ വിധിയുണ്ട്. എങ്കിലും എലി തന്റെ ഒരു സൗഹാർദ്ദം കൊണ്ട് പോത്തിനോടും പറഞ്ഞു, സൂക്ഷിക്കണം, എലിക്കണി എലിക്കണി പോത്തും തമ്മിൽ എന്ത് ബന്ധം? ഒരു ഭയത്തിനും അവകാശമില്ല, താൻ പോയി തന്റെ പണി നോക്ക് എന്ന് തിരിച്ചയച്ചു. ജാഗ്രതയോടെ എലി വാഴുന്നു. ഇതിനിടയിൽ പാമ്പ് ഈ എലിക്കണിയിൽ പെട്ടുപോയി. എലിയെ പിടിക്കാൻ സാധിച്ചു എന്നുള്ള ആവേശത്തിൽ ഓടി വന്ന യജമാനനെ പാമ്പ് കൊത്തി. പാമ്പ് ചത്തുപോയി, അത് വേറെ കാര്യം. ജാതി കഷ്ണമാണ്. യജമാനെ ഉടനെ ഒരു വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയി. വൈദ്യൻ പരിശോധിച്ചു നോക്കി, മാരകമായ വിഷബാധ ഏറ്റിട്ടുണ്ട്. പല മരുന്നും കുറിച്ച് കൊടുത്ത കൂട്ടത്തിൽ ആട്ടിന്റെ സൂപ്പ് കഴിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടേ. ആപ്പക്കണിയിൽപ്പെട്ട് ചത്തു. ഇനിയിപ്പോ ആടിനാണ് നിയോഗം. സൂപ്പ് കഴിക്കാൻ വേണ്ടി ആടിനെ കൊന്നു. ചികിത്സ പുരോഗമിക്കുന്നതിനിടയിൽ
പാമ്പ് കടിയേറ്റ രോഗി മരിച്ചു. അദ്ദേഹത്തിന്റെ 16 അടിയന്തരത്തിൽ ധാരാളം ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വെച്ച് വിളമ്പണല്ലോ. വീട്ടുകാരെ കണക്കാക്കിയത് വോട്ടിനെ ശരിപ്പെടുത്താന്ന്. ഇങ്ങനെ പരമ്പരയാ എലി ആർക്കൊക്കെ താക്കീത് നൽകിയോ, ആരൊക്കെ എലിയുടെ താക്കീതിനെ അവഗണിച്ചുവോ അവർക്കൊക്കെ വിപത്ത് പിണഞ്ഞു എന്നാണ് കഥ. കഥയിൽ ചോദ്യമില്ല എന്ന സൗകര്യമുള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ ഒരു എലി സ്മാർട്ടായിട്ട് വിപത്തിന്റെ വിവരം പ്രചരിപ്പിക്കുമോ എന്നൊന്നും ആരും ചോദിക്കാൻ വരരുത്. ശങ്കര ഭഗവത്പാദർ തസ്മാത് ജാഗ്രത ജാഗ്രത എന്ന് ഒരു കൃതിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. എന്താ വാഗർത്ഥം? തസ്മാത് അതുകൊണ്ട്, ജാഗ്രത ജാഗ്രത, ബി കെയർഫുൾ ബി കെയർഫുൾ. ആ ഒരു സന്ദേശത്തിന് പ്രസക്തി വളരെ ഏറുന്ന കാലമാണ് ഇന്ന്. പഴയ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ആലംബനം ആശ്രയിക്കാൻ വളർന്നു വരുന്ന തലമുറയ്ക്ക് ലഭ്യമായിരുന്നു. ഇവിടെ ആദിത്യവർമ്മജി പറഞ്ഞു, ഭഗവത്ഗീത അത്ര പരിചയിച്ചിട്ടില്ല, എങ്കിലും പകുത്തു നോക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഭജഗോവിന്ദവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ സുപരിചിതമാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലംബനമുണ്ടെന്ന് പറയും. പോകെ പോകെ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ വരും. രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരനുഭവം, വീട്ടിലെ പ്രായം ചെന്ന മുത്തശ്ശിയെ കാണാൻ ചെന്നപ്പോൾ അകത്ത മുറിയിലാണ് വിശ്രമിക്കുന്നത്. അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുത്തശ്ശിയോട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. ഞങ്ങൾ ഒരു സത്സംഗം പോലെ പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ സന്ധ്യാനേരത്തെ ഉമ്മർത്ത് വന്നിരിക്കുന്നില്ല, വിളക്ക് കൊളുത്തുന്ന പതിവ് എവിടെയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, വിളക്ക് കൊളുത്തുക എന്നുള്ള ഒരു ചിട്ട വീഴ്ച വരുത്താതെ പാലിച്ചു പോരുന്നുണ്ട്. അന്തിത്തിരി വയ്ക്കുക, അത് മുടക്കിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് ദീപം ദീപം എന്ന് മുൻഭാഗത്തേക്ക് പോവാറില്ല. ഇവിടെ പടിഞ്ഞാറ്റയിൽ കത്തിച്ചു വെക്കും. മുൻഭാഗത്ത് പോയാലേ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അവര് TV ഒക്കെ ഓൺ ചെയ്ത് വല്ല സീരിയലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയും അപ്പൊ ഒരു ശല്യം ഉണ്ടാച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാറില്ല. എന്നാലും കെടാതെ കാത്തു സൂക്ഷിക്കുന്നു. വേറെ വീട്ടില് സന്ധ്യാനേരത്ത് എത്തിപ്പെട്ടപ്പോ അവിടെ എല്ലാവരും ഉമ്മർത്താണ്. പറയുമ്പോ ആ വീട്ടില് സ്വാമിക്ക് അവരെ കുറിച്ച് അറിയാം. ക്രിക്കറ്റ് തലയ്ക്ക് പിടിച്ചവരുണ്ട്. ആ സമയത്ത് ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട്. എല്ലാവരും അത് കാണും, അവരെ ഇരിക്കും എന്ന് വിചാരിച്ചിട്ടാ ചെന്നത്. പക്ഷെ അതൊക്കെ ഓഫാക്കിയിരിക്കും. ഹൈലൈറ്റ്സ് ഒക്കെ പിന്നെ കണ്ടോളാം. ഇപ്പൊ നാമം ജപിക്കുന്ന സമയമാണ്. വീട്ടുകാര്യങ്ങളിൽ
ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് ഇടപെടാൻ തന്റെ ഇടമുള്ള വൃദ്ധജരുണ്ട്. പക്ഷേ എണ്ണം കുറയും. വിളക്ക് കൊളുത്തുക, സന്ധ്യാവന്ദനാദികൾ ചെയ്യുക എന്നതിന് പകരം ലൈറ്റ് അണയ്ക്കുക എന്ന മട്ടായിട്ടുണ്ട്. അടിച്ചാക്ഷേപിക്കുകയൊന്നുമല്ല. ഈ പോക്ക് പോയാൽ അത് വലിയ വലിയ ദൗർഭാഗ്യങ്ങളെ ആവാഹിക്കും. അതുകൊണ്ട് തസ്മാത് ജാഗ്രത ജാഗ്രത. തസ്മാത് ജാഗ്രത ജാഗ്രത എന്നാണ് നമ്മുടെ മുഖ്യ കഥാപാത്രമായ എലി പറഞ്ഞത് എന്ന നിലയിൽ നമുക്ക് ആ കഥയെ അന്വയിച്ചു മനസ്സിലാക്കാം. എലി തന്റെ ശത്രു നമ്പർ 1 ഇക്കാര്യം പറഞ്ഞു. ആടിനോടും പോത്തിനോടും ഒക്കെ പോയി പറഞ്ഞു. കേട്ടില്ലേ? പക്ഷെ ആര് കേൾക്കാൻ? അവരൊക്കെ ആലോചിച്ചപ്പോ ഇത് നമ്മെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നാണ് തോന്നിയത്. കേട്ടില്ലേ? ഇതാണ് അപകടം. നമ്മൾ വിചാരിക്കുന്നു ഇതൊന്നും നമ്മെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. തൃശ്ശൂരിലും പാലക്കാടും ഭൂകമ്പം ഉണ്ടായി, ഇത്രയേറെ ആവർത്തിച്ചുണ്ടായി എന്നും പറയുന്നു. നമുക്ക് എന്തേ തോന്നുള്ളൂ, നമ്മുടെ തിരുവനന്തപുരത്തല്ലേ. ഒരു ദൃഷ്ടാന്തം പറഞ്ഞേ. COVID-19 എന്ന് നാമകരണം ചെയ്യാൻ അത് 2019 പൊട്ടിപ്പുറപ്പെട്ടു എന്നതുകൊണ്ടാണ്. 19 പൊട്ടിപ്പുറപ്പെട്ടു. സ്വാമി അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞങ്ങളൊരു വയനാടൻ യാത്ര വെച്ചിരുന്നു മാർച്ച് മാസത്തിൽ. വയനാട്ടിലേക്ക് അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിച്ച് സത്സംഗങ്ങളൊക്കെ ആയിട്ട് മാർച്ച് മാസത്തിൽ 2019. അപ്പൊ ഇതിന്റെ സംഘാടകർ വിളിച്ചു പറയുന്നു, സ്വാമിജി ചിലരൊക്കെ സംശയം പറയുന്നു എന്തു പറ്റി. അപ്പൊ അന്വേഷിച്ചപ്പോ പറഞ്ഞു ഒരു കോവിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു രോഗം, അത് ചൈനയിൽ. ഈ ചൈനയിൽ നടക്കുന്നത് ഇവിടെ വയനാടൻ യാത്രയ്ക്ക് എന്താ തടസ്സം? അപ്പൊ ചൈനയിൽ നിന്ന് ഒരു കുട്ടി തൃശ്ശൂർ വന്നു. ആ കുട്ടിക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജാഗ്രത ജാഗ്രത. നമ്മൾ ആലോചിച്ചത് ഞങ്ങൾക്ക് ആ ഫെബ്രുവരി മാസത്തിലായിരുന്നു തോന്നുന്നു ഇവിടെ ബാംഗ്ലൂർ ഒരു പരിപാടി ഉണ്ടായിരുന്നു. സന്യാസിമാരുടെ ഒരു സമാഗമം. അപ്പൊ അതിന് പോകുന്ന സമയം അതിനെ പോകുന്ന സമയത്ത് ജാഗ്രത ജാഗ്രത. അവിടെ ഗേറ്റിൽ തന്നെ പനി പരിശോധിക്കാത്ത സംവിധാനം ഉണ്ടായിരിക്കും. പിന്നെ സാനിറ്റൈസർ, ഇതൊക്കെ പണ്ട് വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു കാര്യം. കേട്ടില്ലേ? വളരെ വിദേശത്തൊക്കെ പോയി വരുന്നവരൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് കഴിച്ച ശേഷമൊക്കെ ഈ സാനിറ്റൈസർ ഒക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്താ സംഭവം ഒക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ സാനിറ്റൈസർ, മാസ്കിന്റെ കാര്യം വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മിക്കവാറും സർക്കാർ പരിപാടികളൊക്കെ നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിപ്പോ ടെസ്റ്റ് അനുമതിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ 3 ദിവസത്തെ പരിപാടിയായിരുന്നു. 2 ദിവസത്തെ വേണ്ടി കുറച്ച് പരിപാടി കഴിഞ്ഞു. ട്രെയിനിൽ കയറി നോക്കുമ്പോൾ പലരും മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സ്വാമിക്ക് അടുത്ത പരിപാടി കൊല്ലത്തായിരുന്നു. കൊല്ലത്ത് വന്ന് ഇറങ്ങിയിട്ടും ലോക്ക്ഡൗൺ എന്നുള്ള പ്രയോഗമൊക്കെ ആദ്യമായിട്ട് കേട്ടു തുടങ്ങി. പിന്നെ ഒക്കെ അങ്ങോട്ട് നിയന്ത്രിക്കപ്പെട്ടു തുടങ്ങി. കേട്ടില്ലേ? എന്താ കാരണം? പ്രയോഗം അങ്ങനെയാണല്ലോ, കാട്ടുതീ പോലെ
പടർന്നു. പല കാര്യങ്ങളിലും ഈ ജാഗ്രത ആവശ്യമുണ്ട്. കാര്യം നിസ്സാരം, പക്ഷേ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുന്നതിനെ കുറിച്ച് ആചാര്യ പരമ്പര തന്നിട്ടുള്ള ആഹ്വാനത്തെ നമുക്ക് കാതോർക്കാം. എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ആരും നിരാകരിച്ചു കളയുന്നത്. ആരും നിരാകരിച്ചു. ഈ പശ്ചാത്തലത്തിൽ ഭഗവത്ഗീത 15-ാം അധ്യായം എന്ന് പറയുമ്പോൾ ആരാധനായ അധ്യക്ഷൻ ഹരിഹരാനന്ദ സ്വാമിജി ഒരു സൂചന തന്നത് ഇത് ഗുഹ്യതമം ശാസ്ത്രം എന്ന് പ്രകീർത്തിക്കപ്പെട്ട അധ്യായമാണ് എന്നതാണ്. കേട്ടില്ലേ? മറ്റധ്യായങ്ങളിലൊന്നിലും ആ പരാമർശമില്ല. ഈ അധ്യായത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? ഇത് വളരെ രഹസ്യമായ ശാസ്ത്രമാണ് എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ഇതിനെ സംബന്ധിക്കുന്ന പല വിചാരങ്ങൾക്കും പ്രസക്തിയുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഭഗവത്ഗീത 15-ാം അധ്യായം മാത്രം മതി എന്ന് പറഞ്ഞാലും അതിശയോക്തി ആവില്ല. അത്രയും സമഗ്രമാണ്, എക്സോസ്റ്റീവാണ്. ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങൾ പലതുണ്ട്. എനിക്ക് പാമ്പിനോടും ആടിനോടും പോത്തിനോടും ആകെ പറയാനുണ്ടായിരുന്നത് എനിക്കിനി ഇത് സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പറയാൻ തുടങ്ങിയ എന്തൊക്കെ പറയണം ആലോചിച്ചു നോക്കൂ. സംഗതി മനസ്സിലാവുന്നുണ്ടോ? ഓരോന്നും ഓരോ പ്രകാരത്തില് കെണിയാവുക. കൊറോണ വന്ന സമയത്ത് ക്ലാസ്സുകളൊക്കെ മുടങ്ങിയപ്പോ ഇനി എന്ത് എന്നുള്ള ചോദ്യം വന്നു. സാങ്കേതിക രംഗത്തിന്റെ ഒരു സൗകര്യത്തെ സഹർഷം സ്വാഗതം ചെയ്തു. സാങ്കേതിക രംഗത്തിന്റെ ഒരു സൗകര്യത്തെ സഹർഷം സ്വാഗതം ചെയ്തു. അതേതാണ്? ഓൺലൈൻ. പക്ഷേ അതുവരെ വീട്ടില് പിടിച്ചു വെച്ചിരുന്ന മൊബൈൽ ഫോണും ടാബും സൗകര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് കൈമാറേണ്ടതായിട്ട് വന്നു. അതോടുകൂടി അത് പ്രശ്നമായി മാറി. ഇന്നിപ്പോ അവര് വരുന്നില്ല. പല അച്ഛനമ്മമാരുടെയും മുഖ്യ പ്രശ്നം കുട്ടികൾക്ക് ഫോൺ അഡിക്ഷൻ വന്നുപോയിരിക്കുന്നു. ചില കുട്ടികൾ ഗെയിം കാണുന്നു എന്നുള്ളതായിരിക്കാം പ്രശ്നം. മറ്റു ചില കുട്ടികൾ തിരഞ്ഞു ചെല്ലാനുള്ള സൗകര്യങ്ങളെ ദുരുപയോഗം ചെയ്ത് എവിടെയൊക്കെയോ എത്തിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. ജാഗ്രതപ്പെടുത്തേണ്ട വിഷയമല്ലേ? ഇതിങ്ങനെ അക്കമിട്ട് പറയാൻ അനവധി വിഷയങ്ങളുണ്ട്. ഓരോ കാര്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തസ്മാ ജാഗ്രത ജാഗ്രത, തസ്മാ ജാഗ്രത ജാഗ്രത, തസ്മാ ജാഗ്രത ജാഗ്രത. ഈ ഒരു പശ്ചാത്തലത്തിൽ ഭഗവത്ഗീത 15-ാം അധ്യായം പങ്കുവയ്ക്കുന്ന സമഗ്ര ശാസ്ത്രം ശ്രവിക്കൂ എന്നാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിഷയം. കേട്ടില്ലേ? അനവധി കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. 15-ാം അധ്യായം കേട്ടു.
ഈ പ്രഭാഷണ പരമ്പര എന്ന് പറയാൻ കാരണം എന്താണ്? നാളെ ഉണ്ട്, മറ്റന്നാളും ഉണ്ട്, അതിനടുത്ത ദിവസവും ഉണ്ട്, കേട്ടില്ലേ? അങ്ങനെ 20-ാം തീയതി ഉൾപ്പെടെ, 20-ാം തീയതി വരെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 19-ാം തീയതി തീരുന്നില്ല, 20-ാം തീയതി ഉൾപ്പെടെ എല്ലാ ദിവസവും വൈകിട്ട് 5:30 മണി മുതൽ 7 മണി വരെ 15-ാം അധ്യായത്തിന്റെ പഠനമാണ്. ഇതിനെത്തിച്ചേർന്ന് നിങ്ങളെ എല്ലാവരെയും സ്വാമി ഹൃദയപൂർവ്വമായി സ്വാഗതം ചെയ്യും. ഇനി ഒരു റിക്വസ്റ്റ് ഉണ്ട്. നാം ശാപമെന്ന് ആശങ്കപ്പെടുന്ന മൊബൈൽ ഫോണിനെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ യജ്ഞത്തിന്റെ കാര്യം നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലൊക്കെ അറിയിക്കും, കേട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര പേരെ അറിയിക്കാൻ സാധിക്കും? ചിലപ്പോ നേരെ ചെന്ന് പറഞ്ഞാൽ പോലും അവർ ശ്രദ്ധിച്ചൊന്നുമില്ല. പക്ഷെ ഈ ഞോണ്ടലുള്ളതുകൊണ്ട് അത് കാണാതെ പോകില്ല എന്ന് വിചാരിക്കാം. ഇവരറിയിക്കും. പറയാൻ ഉദ്ദേശിച്ചത്, ഇവിടെ മൈക്ക് സംവിധാനമുണ്ട്, ഹാളിന്റെ സംവിധാനമുണ്ട്, വാഹനം കൊണ്ടുവന്നിടാൻ സൗകര്യമുണ്ട്, കൂടുതൽ ആളുകൾ വന്നാൽ അവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതുകൊണ്ട് വളരെ പേർക്ക് ഉപകാരമാവട്ടെ. സംഗതി മനസ്സിലായില്ലേ? അതുകൊണ്ട് നാളെ തൊട്ട് വരാം എന്നായാലും ശരി, ധാരാളം ആളുകളെ ക്ഷണിക്കും. അങ്ങനെയുള്ള ഒരു ജാഗ്രത എല്ലാവരും പാലിക്കും. ആര് ചെയ്ത ജോലിയാണ് നമ്മൾ ചെയ്യുക ആ സമയത്ത്? എലി ചെയ്ത ജോലി, കേട്ടില്ലേ? ഒരുപാട് കെണികളുണ്ട്, ഒരുപാട് വലകളുണ്ട്, ഒരുപാട് അപകടങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. തസ്മാത്ത് ജാഗ്രത. ചിലര് കേട്ടാ ചോദിക്കും, ഞാനിപ്പോ എന്താ ചെയ്യാ? അതിനുള്ള പരിഹാരമാണ് 15-ാം അധ്യായം എന്നാണ് സ്വാമി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എത്രയോ സങ്കീർണമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ, പക്ഷെ 15-ാം അധ്യായം ഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് വളരെ വളരെ ഉപകാരം ചെയ്യും. ഓക്കെ? അതുകൊണ്ട് വീഴ്ചയില്ലാതെ നിങ്ങൾ പങ്കെടുക്കൂ. ഓൺലൈൻ എന്ന് ആശ്രയിക്കേണ്ട കാലം കഴിഞ്ഞു. ഈ ഓൺലൈൻ രുചിച്ചതോടെ ഞങ്ങൾക്കും ബുദ്ധിമുട്ടായി. നാളെ കിട്ടാനില്ല. ഭഗവത്ഗീത ഞാൻ ഓൺലൈൻ ഉണ്ടോ? ഇതാണ് അന്വേഷണം. ഉണ്ട് എന്ന് പറഞ്ഞാൽ ആവും, എന്നാ പിന്നെ സമാധാനായി. അത് കാണുന്നില്ല, വേറെ കാര്യം. എപ്പോ വേണമെങ്കിലും കാണാലോ എന്നായി അടുത്ത തീരുമാനം. എന്തായാലും ഇത്രത്തോളം വലിയ എന്നാണ് പല അനുഭവസ്ഥരും പറയുന്നത്. അതുകൊണ്ട് വ്യാപകമായിട്ട് വിവരം അറിയിക്കും. കഴിയുന്നത്ര പേരെ നാളെ എത്തിക്കാൻ ഉദ്യമിക്കും. ഇതാണ് ഒരു ആമുഖ അപേക്ഷ. ഓക്കെ? തസ്മാത് ജാഗ്രത. ഇനി നമുക്ക് ഭഗവത്ഗീത 15-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഈ അധ്യായം ആരംഭിക്കുന്നത്, തുടങ്ങുന്നത് ഒരു വൃക്ഷത്തെ പ്രതിപാദിച്ചുകൊണ്ടാണ്. എങ്ങനെ ആരംഭിക്കുന്നത്? ഒരു വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത, ഇത് ശീർഷാസനത്തിൽ നിൽക്കുന്ന ഒരു വൃക്ഷമാണ് എന്നുള്ളത്.
ഈ അധ്യായത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഊണ് കഴിക്കുമ്പോൾ ആശ്രമങ്ങളിലൊക്കെ ഈ അധ്യായം ഭക്ഷണം വിളമ്പുക, വേണ്ട വിഭവങ്ങളൊക്കെ വിളമ്പുക, ഇതൊക്കെ നടക്കുമ്പോൾ 15-ാം അധ്യായം ചൊല്ലുന്ന പതിവുണ്ട്. തീർച്ചയായിട്ടും ആഹാരവുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമാണ് ഇത് വരുന്നത്. അതിനെന്താ കാരണമെന്നുള്ളത് പലർക്കും അറിയായിരിക്കും. എങ്കിൽ നമ്മൾ വീണ്ടും പരിശോധിക്കും, മനസ്സിലാക്കും. ഉച്ചഭക്ഷണത്തിന് മുൻപ് ഈ അധ്യായം ചൊല്ലി പരിചയിക്കുന്നത് കൊണ്ട് പലർക്കും ഈ അധ്യായം ഹൃദിസ്ഥമാണ്. അങ്ങനെ ഹൃദിസ്ഥമാകുന്നത് ഒരു നല്ല കാര്യമാണ്. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം പോലും വൃത്തിയായിട്ട് ചൊല്ലാൻ സാധിക്കില്ല എന്ന് വന്നാൽ അത് കുറച്ചൊരു ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. കേട്ടില്ലേ? കാരണം ഈ നാടിന്റെ വലിയ സ്വത്താണ് ഭഗവത്ഗീത. അതുകൊണ്ട് അതിലെ ഏതാനും ശ്ലോകങ്ങളൊക്കെ ഹൃദിസ്ഥമാക്കാൻ കഴിഞ്ഞാൽ, പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഗീതാ ചാന്റിംഗ് കോമ്പറ്റീഷൻസ് ധാരാളമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചിന്മയ മിഷൻ തുടരുന്നത്. ഞങ്ങളൊക്കെ മിഷൻ പ്രവർത്തനങ്ങളിൽ എത്തിച്ചേർന്ന കാലത്ത് ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഒരു മത്സരം ആഹ്വാനം ചെയ്തു. ആ മത്സരത്തിന് ഒരു ക്യാപ്ഷൻ, കാച്ചിയായിട്ട് വേണമല്ലോ ഒരു ക്യാപ്ഷൻ, അത് ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിയുടെ മാർഗദർശനത്തിൽ നിശ്ചയിക്കപ്പെട്ടത് ചാൻഡ് ഗീത ലാൻഡ് വാഷിംഗ്ടൺ. ചാൻഡ് ഗീത ലാൻഡ് വാഷിംഗ്ടൺ. ഗംഭീരായിട്ട് ചാൻഡിങ് പരിപാടിയൊക്കെ പുരോഗമിച്ചു. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ 1-ാം സ്ഥാനം കിട്ടുന്നവർക്ക് ഓരോരോ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അനവധിയായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്തു. വലിയ ആവേശത്തിൽ ധാരാളം പേര് പങ്കെടുത്ത് ദേശീയ തലത്തിൽ 1-ാം സ്ഥാനം കിട്ടുന്ന കുട്ടികളെ ഓരോരോ വിഭാഗമായിട്ടാണ്, ജൂനിയറും സബ് ജൂനിയറും ജൂനിയറും സീനിയറും ഒക്കെ ആയിട്ട് തിരിച്ചിട്ടേ ഇവരൊക്കെ കൊണ്ടുപോയിട്ട് വാഷിംഗ്ടൺ കാണിക്കും. അതായത് പറഞ്ഞാൽ ഇപ്പൊ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെയൊക്കെ വിളിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. സ്വാമി കേരളത്തിൽ വരുമ്പോൾ ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി സംസാരിക്കും. ഇപ്പൊ ഗുരുദേവ് പറഞ്ഞത്, ഇവിടെ ഇന്ത്യയിൽ ലാൻഡ് ചാൻഡ് ഗീത ലാൻഡ് വാഷിംഗ്ടൺ, അവിടെ ഞാൻ അവരോട് പറഞ്ഞത് ചാൻഡ് ഗീത ലാൻഡ് ഗംഗ. അവരൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് ഗുരുദേവ് പറയുന്നു, നിങ്ങളിത് കാണാപാഠം പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാജുവലി അർത്ഥമറിയാനുള്ള കൗതുകം വരും. അങ്ങനെ ഭഗവത്ഗീതയിലേക്ക് എൻട്രി ഉണ്ടാവും, പ്രവേശിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് ധാരാളമായിട്ട് സംഭവിക്കട്ടെ. ഇത് പറഞ്ഞത് പലരുടെയും കാര്യത്തിൽ അനുഭവം. ഒരിക്കൽ ബോംബെയില് അണുശക്തി നഗറിൽ ഒരു ഭാഗവത സപ്താഹത്തിന് വേണ്ടി സ്വാമി ചെല്ലുണ്ടായി.
അപ്പൊ അവിടെ ചെന്നപ്പോ മൂന്നാമത്തെ ദിവസമാണ് ഒരു ഫാമിലി നേരത്തെ അറിയുന്നവരാണ് വന്നത്. എന്നിട്ട് അവര് ക്ഷമായാചന ചെയ്തിട്ട് പറഞ്ഞു, സ്വാമിജി ഇവിടെ ഈ പരിപാടി നടക്കുന്ന കാര്യം അറിഞ്ഞതാണ്, ഒന്നാമത്തെ ദിവസം വന്നില്ല, രണ്ടാമത്തെ ദിവസം വന്നില്ല, ഇന്നാണ് വന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഗീതാജ്ഞാന യജ്ഞത്തിന്റെ ബോർഡ് കണ്ടു. ആ ബോർഡ് കണ്ടതുകൊണ്ട് ചിലപ്പോൾ അതിൽ പങ്കെടുക്കുകയും, പക്ഷേ ഗീതാജ്ഞാന യജ്ഞം 15th ചാപ്റ്റർ എന്ന് കണ്ടു. അപ്പൊ എനിക്ക് 15ാം അധ്യായം അറിയാം, എന്നാ അതൊന്ന് കേൾക്കാം എന്ന് കരുതി പോയി. അവിടെ 2 ദിവസം പങ്കെടുത്തപ്പോൾ പിന്നെ ബാക്കി ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇവിടെ വരാമെന്ന് വിചാരിച്ചു. ഈ ഒരു ആകർഷണീയത ഉണ്ടാവും. പറഞ്ഞു വന്നത് തസ്മാത് ജാഗ്രത ജാഗ്രത. വളർന്നു വരുന്ന കുട്ടികൾ ഭഗവത്ഗീതയുമായി സമ്പർക്കത്തിൽ വരട്ടെ. കുറച്ച് ശ്ലോകങ്ങളെങ്കിലും, ഒരു പിടി ശ്ലോകങ്ങളെങ്കിലും അവർ കാണാപാഠം പഠിക്കട്ടെ. സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ അറിയാൻ കൗതുകം ഉണ്ടാവും. ആ ഒരു കൗതുകത്തെ നമുക്ക് നന്നായി സഹായിക്കാൻ, ഉണർത്തി സഹായിക്കാൻ സാധിക്കും. ഓക്കെ. ഭഗവത്ഗീതോപദേശത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് വിസ്തരിക്കേണ്ട കാര്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കട്ടെ. അത്രയേറെ ഗീതാ സന്ദേശങ്ങൾ പ്രചരിതമായിട്ടുണ്ട്. എങ്കിലും ചില വേദികളിലൊക്കെ ഉദ്ഘാടകർ വന്നിട്ട് അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. വേദികളിൽ ഉദ്ഘാടകർ വന്നിട്ട് എന്താണ് ഭഗവത്ഗീതോപദേശം, എന്താണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ഞാൻ ചോദിച്ചു പോവുകയാണ്. എടുക്കടാ വില്ല്, തൊടുക്കടാ പാമ്പ് എന്നല്ലേ. അങ്ങനെയൊക്കെ ഇപ്പോഴും പ്രസംഗിക്കുന്നവരുണ്ട്. ശരിയാണ്, ഗീതോപദേശം സംഭവിച്ചത് യുദ്ധക്കളത്തിലാണ്. ആ യുദ്ധക്കളത്തിന്റെ ഒരു പ്രയോഗം പ്രത്യേകം ഓർമ്മിച്ചു വെക്കണം. ആദ്യമായിട്ട് ഗീതാജ്ഞാന യജ്ഞം കേൾക്കാൻ വരുന്നവരാണെങ്കിലും, അനവധി കേട്ട് പരിചയമുള്ളവരാണെങ്കിലും, മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ കേട്ടതിനെ നന്നായി പ്രതിഫലിപ്പിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടാറുണ്ട്. അനവധി കേട്ടു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല, ബോധിച്ചിട്ടും കാര്യമില്ല. പറയുന്ന സമയത്ത് അതിന്റെ ഗൗരവം ചോർന്നു. അപ്പൊ അതിന് പരിഹാരമായിട്ട് കുറച്ചെങ്കിലും നമുക്ക് പറയാൻ സാധിക്കട്ടെ. കേട്ടില്ലേ? അതിന് സഹായകമായ ഒരു കാര്യം പറയാം. ഇനി നമ്മൾ മറ്റുള്ളവരോട് ഭഗവത്ഗീതയെ കുറിച്ച് പറയുന്ന സമയത്ത് ഭഗവത്ഗീത കുരുക്ഷേത്രത്തിൽ വെച്ച് ഉപദേശിച്ച ഗ്രന്ഥമാണ്. കുരുക്ഷേത്രത്തിൽ വെച്ച് ഭഗവാൻ പാർത്ഥസാരഥി പാർത്ഥന് കൊടുത്ത ഉപദേശമാണ് ഭഗവത്ഗീത. അത് ഗ്രന്ഥമായിട്ട് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നു. ഓക്കെ. എന്തുകൊണ്ട് കുരുക്ഷേത്രം എന്ന ചോദ്യത്തിന്റെ ഉത്തരം പല ഉത്തരങ്ങൾ പറയും. ലളിതമായ ഒരു ഉത്തരം എന്താന്ന് വെച്ചാൽ, കുരു കുരു എന്ന് ആഹ്വാനം ചെയ്യുന്ന ക്ഷേത്രമാണ് കുരുക്ഷേത്രം. ആ പ്രയോഗം കൊണ്ടുള്ള സൗകര്യം എന്താണെന്നറിയാമോ? കുരു കുരു എന്ന് ആഹ്വാനം ചെയ്യുന്ന ക്ഷേത്രമാണ്, പരിസരമാണ് കുരുക്ഷേത്രം എന്ന് പറയുന്നത് കൊണ്ടുള്ള സൗകര്യം നമ്മളെല്ലാവരും കുരുക്ഷേത്രത്തിലാണ് എന്ന് തീരുമാനിക്കാം. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് എന്ന ഗീത 3-ാം അധ്യായം. വാഗർത്ഥം എന്താണെന്നറിയാമോ?
ഒരുവനും ഒരു നിമിഷം പോലും ഒന്നും ചെയ്യാതിരിക്കാൻ വയ്യ. കേൾക്കാവുന്നുണ്ടോ? ഞാനിതാ അനങ്ങാതിരിക്കുന്നു എന്നൊരാൾ അവകാശപ്പെട്ടാൽ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നിങ്ങളൊക്കെ സാമാന്യേന അനങ്ങാതിരിക്കുക. പക്ഷേ അത് ചിന്തിക്കുന്നത് കേട്ടില്ലേ? അതവിടെ മനസ്സുകൊണ്ട് കർമ്മം ചെയ്യുന്നു എന്ന് വരും. കായേന വചസ മനസ ഒക്കെ കർമ്മം നടക്കുന്നു. ഒരു നിമിഷം പോലും ഒരാൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അകത്തു നിന്നും പുറത്തു നിന്നും സമ്മർദ്ദങ്ങൾ കേട്ടില്ലേ? അകത്തു നിന്നും പുറത്തു നിന്നും സമ്മർദ്ദങ്ങൾ, അതുകൊണ്ട് ചെയ്യാൻ നിർബന്ധിതർ. ഇതാണ് അവസ്ഥ. ഈ പശ്ചാത്തലത്തെയാണ് കുരുക്ഷേത്രം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. കേട്ടില്ലേ? ഭഗവത്ഗീതയെ ആക്ഷേപിക്കുന്നവർ പറയും ആശ്രമ അന്തരീക്ഷങ്ങളിലോ ഗംഗാപുലിനങ്ങളിലോ ഹിമാലയ ഗഹ്വരങ്ങളിലോ ഒന്നും വെച്ചല്ല ഈ ഭഗവത്ഗീത ഉപദേശിച്ചിരിക്കുന്നത്. യുദ്ധക്കളത്തിലാണ്, കുരുക്ഷേത്ര മധ്യേയാണ്. അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയണം? ഈ കുരുക്ഷേത്രം എന്ന് പറഞ്ഞാലേ നമ്മളൊക്കെ അങ്ങനെ ഓരോ കുരുക്ഷേത്രങ്ങളിലാണ്, കർമ്മക്ഷേത്രങ്ങളിലാണ്. കർമ്മക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? മിണ്ടാതിരിക്കാൻ പറ്റില്ല. നമ്മളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. അകത്തുനിന്നുള്ള നിർബന്ധങ്ങളുണ്ട്, പുറത്തുനിന്നുള്ള നിർബന്ധങ്ങളുണ്ട്. എല്ലാവരും കുരുക്ഷേത്രമാണ്. ഇനി ഇവിടെ പ്രസക്തമായ യുദ്ധവും ഉണ്ട് താനും. കേട്ടില്ലേ? യുദ്ധാഹ്വാനം. അതിന് നമുക്ക് വിട്ടുനിൽക്കാൻ പറ്റില്ല. ഏത് യുദ്ധമാണ്? നമ്മുടെ തന്നെ ചില അന്തഃപ്രേരണകളോട്, സ്വാധീനങ്ങളോട്, വികാരവിശേഷങ്ങളോട് ഒക്കെയുള്ള സംഘർഷം, കോൺഫ്ലിക്റ്റ്. ഇപ്പൊ ഗീതാ പഠനത്തിന് പശ്ചാത്തലമായി മനസ്സിലാക്കേണ്ടുന്ന യുദ്ധം അന്തഃസംഘർഷത്തിൻ്റെതാണ്, ഇന്നർ കോൺഫ്ലിക്റ്റ്. പല യുദ്ധങ്ങളും പുറത്ത് സംഭവിക്കുന്നത് എന്തുകൊണ്ട്? അകത്ത് യുദ്ധമുള്ളതുകൊണ്ട്. കുരുക്ഷേത്ര മധ്യേ എന്നുള്ളത് പ്രസക്തമാവുന്നു, യുദ്ധ കളത്തിൽ എന്നതും പ്രസക്തമാവുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ ലളിതമായി സൂചിപ്പിച്ചു കൊടുത്തൂടെ? അതുകൊണ്ട് ഭഗവത്ഗീത നമുക്കുള്ള ഉപദേശമാണ്. ഭഗവത്ഗീത വ്യാഖ്യാതാക്കളിൽ ഏറ്റവും ശ്രദ്ധേയമായ വ്യാഖ്യാനത്തെ ചെയ്തു എന്ന് ആദരിക്കപ്പെടുന്നത് ആചാര്യ ഭഗവത്പാദരെയാണ്. ഭഗവത്പാദർ തന്നെ അത് പറയുന്നുണ്ട്. ഭഗവത്പാദർക്ക് മുൻപ് ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനങ്ങളുള്ളതായിട്ട് ഞാനതൊക്കെ നോക്കി പരിശോധിച്ചു എന്ന് ആചാര്യസ്വാമികൾ തന്റെ ഭാഷ്യത്തിൽ, കമന്ററിയിൽ വ്യാഖ്യാനത്തിന്റെ ആമുഖമായിട്ട് പറയുന്നത്. പക്ഷെ എന്താ ചെയ്യാ? ഒന്നിനും കൊള്ളില്ല. കേട്ടില്ലേ? അതുകൊണ്ട് ഞാൻ വളരെ ലളിതമായി അതിന്റെ സാരം എനിക്ക് ബോധ്യപ്പെട്ട പ്രകാരം പറയട്ടെ എന്നാണ് ഉദ്യമിക്കുന്നത്. അങ്ങനെ ആചാര്യസ്വാമികൾ പറയാൻ തുടങ്ങുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്താണ്? അർജുനൻ നിമിത്തീകൃത്യ, അർജുനനെ ഒരു ഉപായമായി, ഉപാധിയായി, ഒരു എക്സ്ക്യൂസായി കണ്ടുകൊണ്ട് അർജുനെ ഉപദേശിക്കുക എന്നുള്ളതല്ല മുഖ്യ വിഷയം. പിന്നെയോ ഇത് മാനവരാശിക്ക് മൊത്തമുള്ള ആദേശമാണ് എന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗീതോപദേശം ആഗോള മാനവരാശിക്കുള്ള ആദേശമാണ് എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്.
അത് നമുക്ക് ലഘൂകരിച്ച് കാണാൻ പറ്റില്ല. പറയുമ്പോ ആക്സിഡന്റലി അർജുനാകെ തകർന്നപ്പോൾ ഉപദേശിക്കാൻ ഒരുപ്പെട്ടു എന്ന് പറയാം, കേട്ടില്ലേ? പക്ഷേ ഉപദേശിക്കുന്ന ഭഗവാന്റെ ഉള്ളിലിരിപ്പ് അത് ഭഗവാൻ 4-ാം അധ്യായത്തിൽ പ്രകടമാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ തന്നോട് പറയുന്നു എന്നുള്ളതൊന്നുമല്ല. പിന്നെയോ ഞാനിത് പണ്ട് സൂര്യന് പറഞ്ഞു കൊടുത്ത കാലപ്പഴക്കം കൊണ്ട് അതിന് വലിയ കോട്ടം ഉണ്ടായിട്ടുണ്ട്. ആ കോട്ടം തീർക്കാൻ വേണ്ടി ഞാൻ പുനഃപ്രവചനം നടത്തുകയാണ് എന്ന് പറയുമ്പോൾ ഭഗവാൻ ഒരുപെട്ട് ഇറങ്ങിയത് തന്നെയാണെന്ന് വിചാരിക്കണേ. അല്ലാതെ അപ്രതീക്ഷിതമായി അർജുനൻ തളർന്നു വീണത് കണ്ടപ്പോൾ ഉപദേശിക്കാൻ അങ്ങനെയല്ല. മനസ്സിലായില്ലേ? അപ്പൊ യുദ്ധകാലത്തിൽ വെച്ച് ഉപദേശിച്ചു എന്നതിന്റെ പ്രസക്തി, കുരുക്ഷേത്രത്തിൽ വെച്ച് ഉപദേശിച്ചു എന്നതിന്റെ പ്രസക്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉപകാരത്തെ ചെയ്തിരിക്കുകയാണ് ഭഗവാൻ. ഇനി അർജുനൻ എന്താ സംഭവിച്ചത്? അർജുനൻ ഒരു ഭീരുവായിരുന്നു. ബേസിക്കലി ഭീരുവല്ല. ഭീഷ്മ ദ്രോണാദികളെ കുറിച്ച് അർജുനന് വ്യാകുലത ഉണ്ടായിരുന്നോ? മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് അർജുനന് ബോധ്യം വന്നിട്ടുണ്ട്. പറയുമ്പല്ല പറയണത്. ഇവര് അജ്ഞാതവാസം നടത്തുന്ന കാലത്ത് അതിന്റെ അവസാനത്തെ ലാപ്പിൽ അവര് കഴിഞ്ഞിരുന്നത് ഏത് രാജ്യത്താണ്? വിരാട രാജ്യത്തിൽ. ദുര്യോധനൻ എന്തോ ഒരു സംശയം തോന്നി. ചാരന്മാരിലൂടെ കാര്യം ഉറപ്പിച്ചു. ഇന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പുറപ്പെട്ടത്. കന്നുകാലികളെയൊക്കെ അടിച്ചു കൊണ്ടുപോയി. അതിനു മുമ്പ് തന്നെ അടയ്ക്കാൻ വേണ്ടി വേറൊരു യുദ്ധത്തിന് ഏർപ്പാട് ചെയ്തു. ആ സമയത്ത് അർജുനനേക ബൃഹന്നള ആയിട്ടായിരുന്നു അവിടെ വാസം. ആ ബൃഹന്നള ഒറ്റയ്ക്കാണ് പോയിട്ട് കൗരവ പടയെ മുഴുവൻ മയക്കിക്കെടുത്തിയത്. അർജുനനും ഭീഷ്മദ്രോണാദികളെ ചൊല്ലി ആശങ്കയോ ഭയമോ ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഉണ്ടായിരുന്നില്ല. പിന്നെയോ യുദ്ധത്തിന് ഒരുപ്പെട്ട കാര്യം എന്നൊക്കെയാണ് ഒരുപ്പെട്ടത്. ഗുരുദേവ ചിന്മയാനന്ദസ്വാമിയുടെ പ്രയോഗം വളരെ ഹൃദ്യമായതുകൊണ്ട് ആവർത്തിക്കട്ടെ. കേട്ടിട്ടുള്ളവർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുന്നു ആലോചിച്ചിട്ട് രണ്ടുപേരെയും ഗുരുദേവ ചിന്മയാനന്ദസ്വാമി നാടകീയമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. Who is Arjuna? The commander-in-chief of Pandava army. And who is Krishna? Sada jeep driver. എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? സാധാ ജീപ്പ് ഡ്രൈവറോട് അർജുന ഓർഡർ അർജുന അജ്ഞാനിക്കണ്ട. രണ്ട് സൈന്യങ്ങളുടെ മധ്യത്തിൽ അദ്ദേഹത്തെ കൊണ്ട് നിർത്തിയാല് എന്തിനാണ് ഇപ്പൊ അങ്ങനെ ഒരു ആവശ്യം അർജുനൻ ഉന്നയിച്ചതെന്നാണെങ്കിലോ ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനന്റെ ദുർബുദ്ധിക്ക് വേണ്ടി അധികത വെച്ചവരെയൊക്കെ എനിക്ക് കാണണം, എന്നിട്ട് അതിനനുസരിച്ച് യുദ്ധത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങണം എന്നൊക്കെ ആയിരിക്കും അർത്ഥമാക്കിയത്. അത് അർജുനൻ പറയുന്നത് അങ്ങേയറ്റം ധീര പരാക്രമിയായിട്ട് തന്നെയാണ്. ഇങ്ങനെ പറയുന്ന അർജുനൻ ഭഗവാനാണെങ്കിലോ
ഒരു സാധാ ജീപ്പ് ഡ്രൈവർ വാട്ട് വിൽ ഹി സേ? യെസ് സർ. അല്ലേ, അത്രേ പറയുള്ളൂ. എന്നിട്ടോ നേരെ കൊണ്ടുപോയി ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരു ഇതി. ഭീഷ്മദ്രോണാദികളെയൊക്കെ മര്യാദയ്ക്ക് കാണും പാകത്തിലാണ് കൊണ്ടുപോയി ചെയ്ത് നിർത്തിയത്. എന്നിട്ട് ഒരേ ഒരു വാക്യമേ പറഞ്ഞിട്ടുള്ളൂ. എന്താ വാക്യം? പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരു. ഹേ അർജുന, അണിനിരന്നിരിക്കുന്ന ഗുരുജനങ്ങളെ കണ്ടാൽ. അർജുന ഒന്ന് നോക്കി. നോക്കിയപ്പോ ഭീഷ്മരെ കണ്ടു, ദ്രോണരെ കണ്ടു. അവിടെ അർജുനനിൽ ഉണർന്ന വികാര വിശേഷങ്ങളോടെയാണ് കർണനെ അടക്കം പിന്നെ കാണുന്നത്. അപ്പോഴേക്കും വികാരത്തിന്റെ പ്രത്യേക കണ്ണട അർജുനൻ കൈവന്നു. എന്നിട്ട് അർജുനന്റെ ഡിസ്ക്രിപ്ഷൻ എന്താ അർജുനൻ പറയുന്നത്? ദൃഷ്ട്വേമം സ്വജനം. സ്വജനമാണ്. അത് കണ്ടിട്ടോ ഞാൻ ആകെ തളരുന്നു. സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപഥുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസതേ ഹസ്താത്. ശരീരം തളർന്നു, മനസ്സ് തളർന്നു, ബുദ്ധി തളർന്നു ഒക്കെയാണ് പറയുന്നത്. Then he takes a decision. ഒരു തീരുമാനം എടുക്കണം. എന്താ തീരുമാനം? നയോത്സ്യ, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. പരന്തവനായ പാർത്ഥൻ യുദ്ധവിഷയകമായ അറിവും കഴിവും കരുത്തും കുശലതയും ഒക്കെ ഉണ്ടായിട്ടും, പരന്തവൻ എന്ന് പറഞ്ഞാൽ ശത്രു സൈന്യത്തെ തടിപ്പിക്കുന്നവൻ ഒക്കെ ഉണ്ടായിട്ടും പരിതാപകരമാം വിധം തേർത്തടത്തിൽ തളർന്നു വീണു. ഈ സമയത്ത് ഭഗവാൻ ഉപദേശം ആരംഭിച്ചു. തളർന്നു വീണതിന് ദുർന്യായം നിരത്തി. അത് ഭഗവാൻ ആക്ഷേപിക്കും. എന്താ ദുർന്യായം? യുദ്ധമൊന്നും ചെയ്യാൻ പാടില്ല. വേണ്ടപ്പെട്ടവരെയൊക്കെ കൊന്നിട്ട് രാജ്യം സ്വന്തമാക്കുന്നതൊക്കെ വലിയ പരാജയമല്ലേ. സംസ്കാര സമ്പന്നരായ നമ്മള് ഹിംസയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് മോശമല്ലേ? അർജുന, അവരെ വീട് കാണിക്കണില്ലേ, നീ അത് കാണുന്നില്ലേ എന്നാണെങ്കിലോ, അവര് വീട് കാണിച്ചാലും നമ്മള് വേണ്ടേ ഔചിത്യം പാലിക്കുക? ഇതിനൊക്കെ ന്യായം പറയുന്നത് അതൊന്നും ഭഗവാൻ വകവെച്ച്. പക്ഷേ അർജുനൻ കേൾക്കാൻ തയ്യാറായി. അർജുനൻ കേൾക്കാൻ തയ്യാറായതിന് കാരണം ഭഗവാൻ കേൾക്കാൻ തയ്യാറായിരുന്നു. പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പരാതിയുള്ളവരൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറാവണം. നമ്മുടെ പരാതി എന്താ? നമ്മൾ പറയുന്നത് ചോറ് കേൾക്കുന്നില്ല. ആ പരാതിയുള്ളവർ എന്ത് ചെയ്യണം? മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ മനസ്സിലാക്കണം. കേട്ടില്ലേ? പറയുമ്പോൾ പറയാതെ പറയുമ്പോൾ കേൾക്കണം. ഒരാൾ പറയുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ പലതും പറയും. ആ പറച്ചിലൊക്കെ ഒഴിവാക്കിയിട്ടേ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാമെങ്കിൽ നിങ്ങൾ പറയുന്നത് അവര് കേൾക്കാൻ തയ്യാറാണ്. കേട്ടില്ലേ? ഭഗവാൻ ഒക്കെ കേട്ടു. എന്നിങ്ങനെ കേട്ടു. എന്നിട്ടാണ് മറുപടി. ഓക്കെ, ഗീതോപദേശം അർജുനന്റെ ഈ പശ്ചാത്തലത്തിൽ ഭഗവാൻ ചെയ്ത ഉപദേശമാണ്.
ഇതൊക്കെ ഇപ്പോൾ സുപരിചിതമാണ്. എങ്കിലും സ്വാമി ഒന്ന് തുടങ്ങുമ്പോൾ പറയേണ്ടത് പറഞ്ഞു. അങ്ങനെ അർജുന, ഭവാൻ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നു, അതിനനുസരിച്ചല്ലോ ഭവാന്റെ ജീവിതഗതി എന്ന് ആക്ഷേപിച്ചു. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാശ്ച ഭാഷസേ. ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു, വലിയ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നു. ഗീത പഠിക്കാൻ തയ്യാറാവുന്നവരുടെ നേരെ ഈ ഹോമിയോ മരുന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു പാഠം. ഹോമിയോ ഡോക്ടേഴ്സ് നിങ്ങൾ ചെന്ന് മുന്നിൽ ഇരുന്നാൽ മറ്റു മരുന്നുകൾ കഴിച്ചതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കും. കാരണം പലരും പലയിടത്തും പോയിട്ട് എടുക്കാൻ ഇവിടെ വരിക എന്നുള്ളതാണ്. ആയുർവേദവും ആരുടെ അക്ഷരം പറയും. എന്റെ വിവാദങ്ങളിലേക്ക് സ്വാമി കടന്നില്ല എന്തായാലും. അപ്പൊ അവരാദ്യം ഒരു ഡോസ് മരുന്ന് തരും. ആ മരുന്നിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഇതുവരെ പല മരുന്നും കഴിച്ചതിന്റെ ദോഷമൊക്കെ പോവാനാണ്. എന്നിട്ട് വേണം ശരിക്കുള്ളത്. ഇതുപോലെ ഗീതാ പഠനത്തിന് നമ്മൾ തയ്യാറായി വരുമ്പോൾ ആദ്യ വാക്ഷരം നമ്മുടെ നേരെ കുതിച്ചു വരും. കാണണം. ഈ വാക്ഷരം ഭഗവാനിൽ നിന്നൊന്നല്ല കേട്ടോ വരിക. ഇത്തിരി ആധ്യാത്മിക താല്പര്യം കാണിക്കുമ്പോൾ എല്ലാവരും ഈ ശരം കൊടുത്തുവിടും. എന്താ ശരത്തിന്റെ പ്രത്യേകത? വലിയ ഗീതാ ക്ലാസ്സിനൊക്കെ പോകുന്നു. ഏത് നേരം ഭാഗവതം തന്നെ. കണ്ണി കണ്ട ആശ്രമങ്ങൾ മുഴുവൻ കയറിയാണ്. ഈ ശരദാർത്ഥ നിങ്ങൾ കേൾക്കാറുണ്ടോ? ഒരുങ്ങി പുറപ്പെട്ടു പോയിക്കോളും. എന്താ പ്രശ്നം? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ആവുന്നില്ല ജീവിതം എന്ന് ആക്ഷേപിക്കുന്നു. അത് ആക്ഷേപിക്കുന്നത് നമുക്ക് പൊള്ളുന്നത് എന്തുകൊണ്ട്, നമുക്ക് നോക്കുന്നത് എന്തുകൊണ്ട്? കുറച്ച് തിരുത്തൽ വരുത്താനുള്ളത് കൊണ്ട് കേട്ടില്ലേ? ആ ഒന്നാമത്തെ ശരത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. വാക്ശാല. തുടർന്ന് ഭഗവാൻ പറയുന്നു, ആരെ കൊല്ലുന്ന കാര്യമാണോ താൻ പറയണത്? ആര് മരിക്കുന്ന കാര്യമാണോ താൻ പറയുന്നത്? ആരും ഇവിടെ കൊല്ലാനും പോകുന്നില്ല, ആരും ഇവിടെ മരിക്കണമില്ല. കേട്ടില്ലേ? എന്റെ കാര്യം ഞാൻ പറയാം. നത്വേവാഹം ജാതുനാസം. ഈ കണ്ട ജനാധിപന്മാരുടെ കാര്യം പറയാം, ഭവാന്റെ കാര്യവും പറയാം. നമ്മെ ആരെയും മരണം ഒരു കാലത്തും ബാധിക്കുന്നില്ല. തുടക്കത്തിൽ സ്വാമി തസ്മാ ജാഗ്രത എന്ന് പറഞ്ഞിട്ട് അനവധി പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ കേട്ടോ. പരിഹാരമായി നാം കരുത്താർജിക്കുന്നത് ഈ വഴിയിലൂടെയുണ്ട്. അടിസ്ഥാനപരമായി നമ്മിൽ അമരണമായ, മൃതിയറ്റ, അനശ്വരമായ അക്ഷരമാനമുണ്ട് എന്ന് ഉറപ്പിച്ചുള്ള. അങ്ങനെയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ഓക്കെ, ഭഗവാനെ അംഗീകരിച്ചു. പക്ഷേ പല സങ്കടങ്ങളും വന്നു ചെയ്യുമല്ലോ. മരണം പോട്ടെ, മരിക്കണം. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് സുഖമായിട്ടിരിക്കാൻ പറ്റില്ല. ആ കാര്യത്തിൽ ഭഗവാൻ പറയാണ്, അത് വന്നു പോകുന്നവരെയാണ്. യു ജസ്റ്റ് അലൗ ഇറ്റ്. വാട്ട് ഈസ് ദി സൈൻ ഓഫ് അലൗവിങ്? അനുവദിക്കുന്നതിന്റെ, അംഗീകരിക്കുന്നതിന്റെ ചിഹ്നം എന്താണ്? അടയാളം എന്താണ്? സൂചന എന്താണ്?
സംഭവിച്ച ബോധാനന്ദ സ്വാമിജി ആവർത്തിക്കുന്ന ഒരു പ്രയോഗമാണ് നെവർ റിയാക്ട്, ജസ്റ്റ് റെസ്പോണ്ട്. കേട്ടില്ലേ? മാറ്റങ്ങളെ അനുവദിക്കാൻ കഴിയാത്ത അസഹിഷ്ണുത റിയാക്റ്റീവ്. മാറ്റങ്ങളെ അനുവദിക്കുന്നിടത്ത് we just respond if at all something is needed. മനസ്സിലായില്ലേ? ആവശ്യമുണ്ടെങ്കിൽ പറയും. കാരണം ഞാനിതെല്ലാം അനുവദിച്ചിരിക്കുക. അപ്പൊ അനുവാദം കൊടുക്കലിന്റെ ഒരു വഴി, ഈ അനുവാദം കൊടുക്കാനുള്ള തന്റെ ഇടം ആർജിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ളത് ചെയ്യൂ, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യൂ എന്നാണ് ആഹ്വാനം. അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ചെയ്യാനുള്ളത് വേണ്ട വായിക്കണ്ട, പക്ഷെ ജസ്റ്റ് ഓഫർ ടു ഗോഡ്, അതിനെ സർവേശ്വരനിൽ അർപ്പിച്ചു ചെയ്യും. ഈ കാര്യങ്ങളൊക്കെയാണ് അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഫൈനലി where will you reach? കർമ്മയോഗത്തിന്റെ പാതയൊക്കെ അനുസരിച്ച് എവിടെ എത്തിച്ചേരും, അതിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അർജുനത് കേട്ടപ്പോൾ വലിയ സന്തോഷം. സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ ഭഗവാൻ അതിനിടയ്ക്ക് തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കുറച്ച് കൺഫ്യൂഷനായി. ഇങ്ങനെ ചോദ്യോത്തരങ്ങളിലൊക്കെയായി ഭഗവത്ഗീത ഉപദേശം പുരോഗമിച്ച് 15-ാം അധ്യായത്തിൽ എത്തുമ്പോഴേക്കും പ്യുവർ നോളജ് സംഭവിക്കുക. ശ്രീ ഭഗവാൻ വാച, ഭഗവാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ കർണാനി യസ്തം വേദ സ വേദവിത്. സ വേദവിത്, 4 വേദങ്ങൾ. അതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളൊക്കെ അനവധിയാണ്. ഇതൊക്കെ പഠിക്കാനൊന്നും ജന്മം കൊണ്ട് സാധിക്കില്ലല്ലോ എന്നൊന്നും വിഷമിക്കേണ്ട. ഈ 15-ാം അധ്യായം പഠിച്ചാൽ മതി. കേട്ടില്ലേ? തസ്മാത്ത് നാളെ വരും. അതുകൊണ്ട് നാളെ വരും. വൈകിട്ട് 5 മണിക്ക് തന്നെ വന്നോളൂ കേട്ടോ. 4 മണിക്ക് 4 മണിക്ക് ഭജനയുണ്ട്. അപ്പൊ നേരത്തെ ഇങ്ങനെ പോകുന്നുള്ളൂ. എന്നിട്ട് ഇവിടെ വന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. 5:30 മുതൽ 7 മണി വരെ പ്രഭാഷണം. കാലത്ത് 7 മണി മുതൽ 8 മണി വരെ നേരമുള്ളവരൊക്കെ ഒരു മുകുന്ദമാല പഠിക്കാം. കാലത്ത് നേരമുള്ളവർക്ക് 7 മണി മുതൽ 8 മണി വരെ മുകുന്ദമാല. തസ്മാത് മറ്റുള്ളവരെ കൂടി വിവരം അറിയിക്കും. കാരണം അത്രയും കേമായിട്ടുള്ള ഒരു ശാസ്ത്രം അത് പഠിക്കാനുള്ള സൗകര്യം. തസ്മാത്ത് നാളെ വരൂ, മറ്റുള്ളവരെ അറിയിക്കൂ. കൃത്യസമയത്ത് തന്നെ വരും. തുടക്കം മുതൽ കേട്ടിട്ടുണ്ട്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.